ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് DIY ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ചെയ്താലോ? അപ്പോൾ ടോട്ടൽ ഒരു 5 ക്രാഫ്റ്റ്സ് ആണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊന്നും അധികം പൈസയൊന്നും കൊടുത്തിട്ട് മേടിച്ചതല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കളഞ്ഞ പല സാധനങ്ങളാണ് ഞാൻ ഇതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്യൂട്ട് നെയിം സ്ലിപ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ സിംഗിൾ ലൈൻ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. ലൈൻസ് ഉള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് പക്ഷേ കുറച്ചും കൂടെ ഭംഗി തോന്നിയത് ലൈൻസ് ഉള്ളത് എടുത്തപ്പോഴാണ്. പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് ചെയ്താലും മതി. ഇതെൻ്റെ മക്കളെ പഴയ നോട്ട്ബുക്കാണ്. അപ്പം അവർ എഴുതാത്ത 2-3 ഫ്രഷ് പേജസ് എടുത്തിട്ട് ഞാൻ അതുപോലെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2-3 ഷേപ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണത് ഇതിലൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആൽക്കഹോൾ മാർക്കർ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ബോർഡർ വരച്ചു കൊടുക്കാം. പിന്നെ ആൽക്കഹോൾ മാർക്കർ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളെ കയ്യിലുള്ള ഏത് സ്കെച്ച് പെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമ്മളിവിടെ ബോർഡർ മൊത്തം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെയിമും സ്റ്റാൻഡേർഡും ഡിവിഷനും സബ്ജക്റ്റും അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. അപ്പം നമുക്കിതവിടെ നല്ല ക്യൂട്ട് നെയിം സ്ലിപ്സ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോപ്സിൽ നിന്നൊക്കെ മേടിക്കുന്ന നെയിം സ്ലിപ്സ് എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നാറില്ല. പക്ഷെ നമ്മളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പം അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടമായതെന്ന് പറയട്ടോ. ഇനി നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐവറി ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഐവറി ഷീറ്റ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം തിക്നെസ്സുള്ള ഒരു ചാർട്ട് പേപ്പർ എടുത്താലും മതി. ഇനി അത് ഇതുപോലെ അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെൻസിലുകൊണ്ട് ടൈം ടേബിൾ ലേ ഔട്ട് വരച്ചു കൊടുക്കാം. ഞാനിവിടെ സ്കെയിലൊന്നും വെച്ച് വരയ്ക്കുന്നില്ല, എനിക്കിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതാണ് ഇഷ്ടം. ഇനി ഞാൻ അതിൻ്റെ ബോർഡറിലൂടെ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പേർപ്പിൾ കളർ ആൽക്കഹോൾ മാർക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ഞാനിതുപോലെ കൈകൊണ്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ലൈൻസ് വരയ്ക്കാൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നൊന്നുമില്ല, ആ പെർഫെക്റ്റ് ആവാത്ത തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ ഒരു ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് പെൻസൊക്കെ എൻ്റെ മക്കൾ എടുത്തുകൊണ്ടുപോകും. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ തൽക്കാലം ഈ ഒരു പെർമനൻറ്റ് മാർക്കർ മാത്രമാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് വരച്ചു കൊടുക്കുന്നത്. വരച്ച് കഴിഞ്ഞിട്ട് ഇനി ഡേയ്സും സബ്ജക്ട്സും ഒക്കെ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ടൈം ടേബിളിനെ ഒന്നുകൂടെ ഒന്ന് ക്യൂട്ടാക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി താഴെ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗം കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യൂട്ട് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ബുക്ക് മാർക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരെണ്ണത്തിന് ഞാനൊരു ബേസ് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബുക്ക് മാർക്കിന് ഞാൻ ബ്ലഷ് പിങ്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ പിങ്ക് കളർ കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാനൊരു വൈറ്റ് കളറിൽ സ്ട്രൈപ്സ് പാറ്റേൺ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബേസ് കളറുള്ള ബുക്ക് മാർക്കിന് ഞാനിതുപോലെ പോൾക്ക ഡോട്ട്സും വരച്ചു കൊടുക്കുന്നുണ്ട്. പെർമനൻറ്റ് മാർക്കർ കൊണ്ടാണ് ഞാനിവിടെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെയിൻ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാനിവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ വരച്ചു കൊടുത്ത ഒരു തീമിന് മാച്ച് ചെയ്യുന്ന പോലത്തെ സ്റ്റിക്കേഴ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു ടെഡി ബെയറും പിന്നെ ഒരു പപ്പിയാണ് എടുത്തത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു വീതിയുള്ള സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കർ പെട്ടെന്ന് കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നേരെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സ്റ്റിക്കേഴ്സും ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ക്യൂട്ട് ബുക്ക് മാർക്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് ബുക്ക് മാർക്കാണ് ഇഷ്ടപ്പെട്ടത്? ടെഡി ബെയർ ആണോ അല്ലെങ്കിൽ പപ്പിയാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഉണ്ടാക്കാൻ പോണത് ഒരു പെൻ ഹോൾഡർ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കറും കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിൽ ഒരു മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പൊതുവേ കട്ട് ചെയ്യാറ് നൈഫ് ചൂടാക്കിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല എഡ്ജസൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും.
അപ്പോൾ കുട്ടികളൊന്നും ചെയ്യാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോകണ്ട, നോർമലായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഒന്ന് അയൺ ബോക്സിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ കിട്ടിയ ബോട്ടിലിൻ്റെ ഒരു ഷേപ്പ് ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ പെയിൻറ്റ് കൊടുക്കുന്നത് ഞാൻ പുറത്തല്ല, ഞാൻ ഉള്ളിലാണ് പെയിൻറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒന്നുമല്ല, നല്ലൊരു ഗ്ലോസി ലുക്ക് കിട്ടും. നമ്മളെ കൈ കൊണ്ട് പെയിൻറ്റ് ചെയ്തെടുത്താണെന്നൊന്നും തോന്നില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങിയ ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും. ഞാനിവിടെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് മൊത്തമായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാനിങ്ങനെ ലൈറ്റർ കൊണ്ട് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ജസ്റ്റ് വേവി ആക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ബിഫോർ ലുക്കായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്. സ്റ്റിക്കർ വിട്ട് ഒരു കളിയില്ലാത്തതുകൊണ്ട് ഇതിലും ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്റ്റാർ ഷേപ്പുള്ള സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൽ പെന്നോ പെൻസിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് വെക്കാം. ഇനി നമ്മളെ ലാസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ആണ്. വെറും ഒരു ടു ഡു ലിസ്റ്റ് അല്ല, ഒരു റീയൂസബിൾ ടു ഡു ലിസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കൊല്ലം മൊത്തം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടു ഡു ലിസ്റ്റിനൊരു ബിയർ തീമാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ബിയറിൻ്റെ പോലത്തെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിയറിന് ഞാൻ പ്രത്യേകിച്ച് പെയിൻ്റ് ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു കണ്ണും മൂക്കും പിന്നെ 2 ബ്ലഷും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് റീയൂസബിൾ ആണല്ലോ, അതുകൊണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഷീറ്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, OHP ഷീറ്റ് എന്നാണ് പറയുക. എന്നോട് വേറൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു, ടു ഡു ലിസ്റ്റ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വേറൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇയേഴ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ടു ഡു ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കാം. ഇനി എഴുതിയ കാര്യം മായ്ക്കണമെങ്കിൽ അതപ്പം തന്നെ മായ്ച്ചും കളയാം. പിന്നെ പെർമനൻറ്റ് മാർക്കേഴ്സ് ഒന്നും വെച്ചിട്ട് എഴുതി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് ഇവിടെ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.